കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പലരും പല സമയത്തും ഇതിൻ്റെ വിക്ടിംസുമായിട്ടുണ്ടാകാം. ഇറ്റ്സ് എ ബിഗ് സീരിയസ് തിങ്. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ടോട്ടൽ ജനറേറ്റ് ചെയ്തത് 36,500 കോടി രൂപ. നമ്മളെയൊക്കെ പറ്റിച്ച് നമ്മുടെ കാശൊക്കെ ജെയിൻ സ്ട്രീമിന്റെ കയ്യിലുണ്ട്. എന്തായാലും മാർക്കറ്റിൽ നെഗറ്റിവിറ്റി തിങ്കളാഴ്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവും. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ടെക്നിക്സ് വെച്ച് മാർക്കറ്റിനെ പിടിക്കും? പ്രൈസ് ആക്ഷൻ വെച്ച് പിടിക്കാൻ പറ്റും, SMC വെച്ച് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇതിനെ പിടിച്ചതിൻ്റെ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓപ്ഷൻ ട്രേഡ് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ് ആരോ ഈ ഒരു ചാർട്ടിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ നമ്മളെപ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നമ്മൾ തോന്നലായിരിക്കും. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ എൻ്റെ പിറകെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വരെ നമുക്ക് തോന്നാറുണ്ട്. അപ്പോൾ അത് ആ ഒരു കാര്യം സത്യമായി എന്ന് വേണം പറയാൻ, അല്ലേ? അതായത് റീസെൻ്റ്ലി ഉണ്ടായ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന FPI ചെയ്ത ഒരു കാര്യം, ഈ ഒരു മാനിപ്പുലേഷൻ കറക്റ്റായിട്ട് മാർക്കറ്റിൽ നടക്കുന്നുണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കുന്ന ഒരു കാര്യമാണ്, അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഇത്തരത്തിലുള്ളൊരു മാനിപ്പുലേഷനെ കുറിച്ച് ഇതിനു മുമ്പും ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഇക്വിറ്റിയിൽ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്ത് ഓപ്ഷൻസ് വെച്ച് ഓപ്ഷൻസിൽ പൊസിഷൻ ക്രിയേറ്റ് ചെയ്ത് ഇക്വിറ്റി വെച്ച് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് അടിക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു സെറോദയിൽ അങ്ങനെ ഒരു വലിയ ബാൻ കിട്ടി. സെറോദയിൽ ഒരു ക്ലയൻറ്റ് ഒരു 20 കോടി രൂപ വെച്ച് ചെയ്തു എന്ന് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കേസിൽ ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന നെയിം ഏറ്റവും ആദ്യം ഞാൻ കേൾക്കുന്നത് ഒരു സാറ്റർഡേ വീഡിയോയിൽ PR സുന്ദർ പറയുന്നതാണ്. PR സുന്ദർ ജെയിൻ സ്ട്രീറ്റ് വേറൊരു ഹെഡ്ജ് ഫണ്ടിനെതിരെ ഒരു കംപ്ലൈൻറ്റ്, ഒരു അലിഗേഷൻ US ഒരു കോടതിയിൽ കൊടുത്തു എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അതായത് ജെയിൻ സ്ട്രീറ്റ് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജി, അവിടുത്തെ ഒരു എംപ്ലോയി ഇവിടെ നിന്ന് എക്സിറ്റ് അടിച്ചു പോയി മറ്റൊരു ഹെഡ്ജ് ഫണ്ടിൽ ഉപയോഗിച്ച് അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ള ഒരു കേസ് ജെയിൻ സ്ട്രീറ്റ് മറ്റ് കമ്പനിക്കെതിരെ ഫയൽ ചെയ്തതിനെ കുറിച്ചിട്ട് PR സുന്ദർ, എനിക്ക് തോന്നുന്നു അതൊരു 1.5 വർഷം മുമ്പാണ് അതായിട്ടൊരു വീഡിയോയിൽ. അപ്പോൾ അന്നാണ് നമ്മളെല്ലാവരും, അല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡേഴ്സിനെ സീരിയസ് ആയിട്ട് കാണുന്ന ആളുകൾ ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ച് അന്വേഷിക്കുകയും ജെയിൻ സ്ട്രീറ്റ് എന്ത് തരത്തിൽ ഓഫ് മാനിപ്പുലേഷൻ ആയിരിക്കും ഉപയോഗിക്കുക എന്നൊക്കെ സംസാരിക്കാനും ഒക്കെ തുടങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, 1.5 വർഷം മുമ്പ് ഇത്തരത്തിലൊരു കാര്യം പുറത്തായിട്ടുണ്ടെങ്കിൽ ഇന്ന് ജെയിൻ സ്ട്രീറ്റ് മാത്രമല്ല, ജെയിൻ സ്ട്രീറ്റിൻ്റെ പാത പിന്തുടർന്ന് ഇതേ ടെക്നിക്ക് ഉപയോഗിച്ച് പല FIAസും വലിയ ഹെഡ്ജ് ഫണ്ടുകളും, എന്തിന് നമ്മുടെ ഡൊമസ്റ്റിക് ബിഗ് പ്ലേയേഴ്സ് പോലും ഒരു പക്ഷേ ഇതേ സ്ട്രാറ്റജി കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോഴാണ് സെബി ഇതിനെതിരെ ഒരു നടപടി ആയിട്ട് വന്നത്. എന്നിട്ട് പോലും ഒരു 105 പേജുള്ള വളരെ ഡീറ്റെയിൽഡ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എനിവേസ്, നമുക്ക് അതിനെ വെൽക്കം ചെയ്യാം. അടിപൊളിയാണ്. കാരണം റെഗുലേഷൻ എന്ന് പറയുന്ന കാര്യം സെബി നടപടിയോടുകൂടി തന്നെ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയും ഇത് ലേറ്റായി പോയി. ശരിക്കും ഈ സാധാരണക്കാർക്ക് ഇപ്പം ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട്. അതായത് നമുക്കറിയാം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വളരെ വലിയ ഹ്യൂജ് ഫണ്ട് പമ്പ് ചെയ്യുന്ന അൺലിമിറ്റഡ് സോഴ്സ് ഓഫ് ഫണ്ട് പമ്പ് ചെയ്യുന്ന ആളുകളാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. അതിൽ ഇന്ത്യക്ക് അകത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ അവരെയാണ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അവരിലെ എക്സാമ്പിളാണ് മോർഗൻ സ്റ്റാൻലി, JP മോർഗൻ, ബ്ലാക്ക് റോക്ക്. അതുപോലെ ഒരു FIA അല്ല FPA ആണ്. FIA എന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും ഇത് ശരിക്കും ഒരു ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ഡെറിവേറ്റീവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ FPA എന്ന് വിളിക്കും, അല്ലാത്തൊരു FIA എന്ന് വിളിക്കും. അപ്പോൾ ഒരു FIA ആണ് ജെയിൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന. അവിടെ ഒരു ചെറിയൊരു വ്യത്യാസം കൂടി ജെയിൻ സ്ട്രീറ്റിന്റെ കേസിലുള്ളത്. ഇപ്പോൾ നമ്മൾ വാൻഗാർഡിന്റെ കേസിലും JP മോർഗന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു പബ്ലിക് മണി കൂടി അവിടെയുണ്ട്. പക്ഷേ ജെയിൻ സ്ട്രീറ്റ് അവരുടെ ഓൺ മണി ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ട്രേഡ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അവർ ഇപ്പോൾ JP മോർഗനെ വാൻഗാർഡിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജെയിൻ സ്ട്രീറ്റ് ഒന്നുമല്ല, അവരൊരു ചെറിയ ഫേമാണ്. ഇപ്പോൾ നമ്മൾ അദാനിയുടെ കേസിൽ നമ്മൾ ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ കുറിച്ച് പറയൂല, അതേപോലെ തന്നെ ഉള്ളൊരു മീഡിയം ടൈപ്പ് ഓഫ് ഫോമാണ് ജെയിൻ സ്ട്രീറ്റ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു, അതായത് ഇവർ ചെയ്തൊരു കള്ളത്തരം, ചതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. അതായത് നമ്മളെപ്പോലുള്ള ട്രേഡേഴ്സിന് വെറും എന്താ പറയുക ആക്കിക്കൊണ്ട് ഇവര് കഴിഞ്ഞ ലാസ്റ്റ് കൊണ്ടുപോയത് 19,000 കോടി രൂപയാണ്, അല്ലേ? അവര് 17,000 കോടി ബാങ്ക് നിഫ്റ്റിന്ന് മാത്രം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടോട്ടൽ പ്രോഫിറ്റ്
ഏകദേശം 36,500 കോടിയാണ്. ജാനുവരി 1, 2023 മുതൽ 31 മാർച്ച് 2025 വരെ അവർ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ടോട്ടൽ ജനറേറ്റ് ചെയ്തത് 36,500 കോടി രൂപ. നമ്മളെയൊക്കെ പറ്റിച്ച് നമ്മുടെ കാശൊക്കെ ജെയിൻ സ്ട്രീറ്റിന്റെ കയ്യിലുണ്ട് ഗൈസ്. പക്ഷേ ഇത് ചതിച്ചു കൊണ്ടുപോയി എന്ന് തന്നെ വേണം നമുക്ക് പറയാനായിട്ട്, അല്ലേ? ഞാൻ പറയുന്നത് ജെയിൻ സ്ട്രീറ്റ് മാത്രമല്ല ചെയ്യുന്നത്, അല്ല വലിയ വലിയ ആൾക്കാർക്ക് വലിയ പല ഡൊമസ്റ്റിക്കും ഫോറിൻസും ഇത് ചെയ്യുന്നുണ്ട്. ജെയിൻ സ്ട്രീറ്റിനെതിരെ ഇത് വലിയ രീതിയിൽ ഇപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണ്. എന്നിട്ട് പോലും 18 എക്സ്പയറി ഡേ ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തിരിക്കുന്നത്. 18 എക്സ്പയറി ഡേയ്സിൽ പല ദിവസവും നമ്മളെ കിളി പറത്തുന്ന ടൈപ്പ് ഓഫ് മാനിപ്പുലേഷൻസ് കാണാം എന്നുള്ളതാണ്. ബട്ട് എന്താ 95% ആളുകളും F&Oയിൽ ലോസ് ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള മാനിപ്പുലേഷൻസ് കണ്ടുപിടിക്കാൻ 2023 മുതൽ 2025 വരെ സമയമെടുത്തു. ഈ ടെക്നോളജി ഇത്ര അപ്ഡേറ്റഡ് ആയി ഈ കാലഘട്ടത്തിൽ എന്നുള്ളതൊക്കെയാണ് പ്രശ്നം. ഇത് എല്ലാവരുമായിട്ടുള്ള ടൈപ്പായിട്ട് അതിന് മുന്നായിട്ട് ഇവർ കാണിച്ച ആ ഒരു മാനിപ്പുലേഷൻ എന്താണെന്നൊരു ക്ലാരിറ്റി നിങ്ങൾ പറയാൻ പറ്റും. എന്താണ് ഇവർ കാണിച്ചത്? നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ലോജിക്ക് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അതായത് ഓപ്ഷൻസ് ബൈ ചെയ്യുന്നു, ഇക്വിറ്റിയിലോട്ട് ഫണ്ട് പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ആ ഒരു സമയത്ത് ആ ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ ഒരു ചെറിയ പമ്പ് വരും. അപ്പോൾ ഇൻഡെക്സിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. ഇവർ കുറച്ചുകൂടി അതൊരു ചെറിയ അന്ന് ഒരു വ്യക്തി ചെയ്യുന്ന ഒരു 20 കോടി രൂപ വെച്ച് ഒരു വ്യക്തി ചെയ്യുന്ന മാനിപ്പുലേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ അന്ന് സെബി പൊക്കിയ ഒരു ചെറിയ ഇൻസിഡൻറ്റിനെ കുറിച്ചിട്ട് വളരെ ചെറിയ രീതിയിൽ പറഞ്ഞത്. എന്നാൽ ഇവിടെ ജെയിൻ സ്ട്രീറ്റിൻ്റെ 18 എക്സ്പയറി ഡേയിൽ 15 ദിവസം അവർ ഒരു ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി, 3 ദിവസം അവർ വേറെ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇങ്ങനെ 2 സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ് മെയിലി റിപ്പോർട്ടിൽ പറയുന്നത്. അതിനകത്ത് ഒരു ഡേ ടോപ്പ് 4 ഡേയ്സിൽ അവർ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യുന്ന ഒരു ഡേ ഉള്ളത് ജാനുവരി 17, 2024 അന്ന് അവർ ബാങ്ക് നിഫ്റ്റിയിലാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ചാർട്ട് ജാനുവരി 17, 2024 ഇൻട്രാഡേ ചാർട്ട് കണ്ടാൽ അറിയാം. ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾ നോക്കുമ്പോൾ ഇതാണോ ഇത്ര വലിയ സ്ട്രാറ്റജി എന്നൊക്കെ നമുക്ക് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ട്രാറ്റജിയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി സിമ്പിൾ. ഒന്നുമില്ല, ഈ ഡേയിൽ ഓപ്പൺ ചെയ്ത ആദ്യത്തെ അരമണിക്കൂർ ടു കുറച്ച് സമയം ആദ്യത്തെ ഒരു ഹാഫ് ആൻ അവറിൽ അവർ ഏകദേശം 730 കോടി രൂപയോളം പൈസ ബാങ്ക് നിഫ്റ്റിയിലെ മേജർ സ്റ്റോക്കുകളിലോട്ട് പമ്പ് ചെയ്യണം. അപ്പോൾ എന്ത് പറ്റും? ഓട്ടോമാറ്റിക്കലി അന്നത്തെ ദിവസം മാർക്കറ്റ് മുകളിലോട്ട് പോകും. ആദ്യത്തെ 30 മിനിറ്റിൽ മുകളിലോട്ട് പോകും. ഓട്ടോമാറ്റിക്കലി നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ട്രേഡേഴ്സ് ഇന്ന് മാർക്കറ്റ് ഭയങ്കര സ്ട്രെങ്ത് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോൾ എൻട്രി എടുക്കാം. ഇൻട്രാഡേ ബാങ്ക് ചെയ്യുന്നവർ ഇക്വിറ്റിയിൽ ചിലപ്പോൾ ഇൻട്രാഡേ ചെയ്യാം, പുട്ട് സെല്ല് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മൾ ചെയ്യുമല്ലോ. അപ്പോൾ ഇങ്ങനെ പോയിട്ട് സാധാരണ പോകുന്നതിനേക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യലി ഇൻഫ്ലേറ്റ് ചെയ്ത് മുകളിൽ കൊണ്ടുപോകും. 1% മുകളിലൊക്കെ മാർക്കറ്റ് എത്തിക്കഴിയുമ്പോൾ ആദ്യത്തെ 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഒരു സമയം കൊണ്ട് അന്നത്തെ ഡേ ഹൈ ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നറിയോ? ഈ പറഞ്ഞ 700 കോടിക്കാണ് പൊസിഷൻ എടുത്തെങ്കിൽ 35,000 കോടി രൂപ സെല്ലും ബൈയും ഉൾപ്പെടെ പുട്ട് ഓപ്ഷനും ബൈ ചെയ്യുന്നു, പ്ലസ് കോൾ ഓപ്ഷനും അറ്റ് ദ മണി ഇൻ ദ മണി ഉൾപ്പെടെയുള്ള കോൾ ഓപ്ഷൻസും സെല്ല് ചെയ്യുന്നു. ഹ്യൂജ് പൊസിഷൻ. എത്രയാണോ ഇക്വിറ്റി പമ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 7.5 ഇരട്ടിയോളം പുട്ട് ബൈയും കോള് സെല്ലും ചെയ്യുന്നു. എന്നിട്ട് ഇക്വിറ്റി സെല്ല് ചെയ്യുന്നു. അപ്പോൾ മാർക്കറ്റ് താഴെ വരുന്നു, അവരുടെ പുട്ട് ബൈക്ക് പ്രോഫിറ്റ് വരുന്നു, കോൾ സെല്ലിന് പ്രോഫിറ്റ്. ചില്ലറ താഴെ ഒന്നല്ല വരുന്നത്, ഇന്ന് 1% മുകളിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് വീഴ്ത്തി 1.5% താഴെ കൊണ്ടുവരുന്നു. അപ്പോൾ ടോട്ടൽ ഒരു 3%-യൊക്കെ ഡൗൺ സൈഡ് മൊത്തം ഹ്യൂജ് പൊസിഷനിൽ ക്യാപ്ചർ ചെയ്യുന്നു. ആ ഒരു ഒറ്റ ദിവസം ജെയിൻ സ്ട്രീറ്റ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഫിറ്റ് എനിക്ക് തോന്നുന്നു 730 കോടിയോ അത്ര എന്തോ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ എന്തൊക്കെ കഷ്ടപ്പാടാണ് ചെയ്യുന്നത്. പ്രൈസ് ആക്ഷൻ വരയ്ക്കുന്നു, റെസിസ്റ്റൻസ് വരയ്ക്കുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവർ ഇക്വിറ്റി ബൈ ചെയ്ത് ഇക്വിറ്റിനെ മോളിൽ കൊണ്ടുപോകും, അനാവശ്യമായിട്ട് മാർക്കറ്റിന്റെ മോളിൽ കൊണ്ടുപോകും. അവിടെ നിന്ന് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, സ്വാഭാവികമായിട്ട് ഇൻഡെക്സ് മോളിൽ പോകും. അപ്പോൾ ഇവർ ഇൻഡെക്സ് മോളിൽ എത്തുമ്പോൾ ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എന്താണ്? ബാങ്ക് നിഫ്റ്റിയുടെ മേജർ വെയിറ്റേജ് HDFC ICICI ഒക്കെയാണ്. ഇത് കൊണ്ടുപോയി ബൈ ചെയ്യും. ഇത് ഈ സ്റ്റോക്കുകൾ മാക്സിമം ലോഡ് ചെയ്യും, 400-500 കോടി രൂപയൊക്കെ ലോഡ് ചെയ്യും. ബാങ്ക് നിഫ്റ്റി മോളിൽ പോകും. അപ്പോൾ ഇവർ ബാങ്ക് നിഫ്റ്റി മോളിൽ നിൽക്കുമ്പോൾ ഇവർ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യും, കോൾ സെല്ല് ചെയ്യും. നമ്മളൊക്കെ ആ സമയത്ത് എന്ത് വിചാരിക്കും? അല്ല, ഇക്വിറ്റി വിൽക്കും, ഇത് താഴെ വന്നു
അന്ന് 3:30 വരെ എക്സ്പയറി ഡേയിൽ എക്സ്ട്രീം സെല്ലിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് ഇവർ ബൈ ചെയ്ത പുട്ടൊക്കെ 500 to 1000 പോയിന്റ് ഇന്ത്യ മണിയിൽ എക്സ്പയർ ആവുന്ന എത്ര ഹ്യൂജ് പ്രോഫിറ്റാണ്. ഒറ്റ ദിവസം 700-800 കോടി രൂപയുടെ ഹ്യൂജ് പ്രോഫിറ്റ്സ് അവർ ജനറേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്ത് നമ്മളൊക്കെ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മ വരുന്നത് ഫാസിലിന്റെ ഡയലോഗാണ്, 100 10 ഉണ്ടാക്കും, 10 ഉണ്ടാക്കും, ഇല്ലാത്തന്നെ ഇവിടെ ഇരുന്ന് ചെയ്യുന്നതാണല്ലോ ആ ഡയലോഗ് പറയാം. അപ്പോൾ ജെയിൻ സ്ട്രീറ്റിൻ്റെ കാശുണ്ടായിരുന്നു, അവരതുകൊണ്ടല്ലേ ഇത് ചെയ്തത് എന്ന് പറയും, മാർക്കറ്റ് മൂവേഴ്സ് എന്ന് പറയും. പക്ഷേ ഇത് നിയമപരമായിട്ട് നിരോധിച്ചിരിക്കുന്ന കാര്യമാണ്. അൺഫെയർ അഡ്വാൻറ്റേജ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കുകയാണ് അവരുടെ കയ്യിലുള്ള പൈസ കൊണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ റോങ് ഡിസിഷൻ എടുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സും ഇത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. അവരുടെ ഇൻട്രാഡേ ഇൻഡെക്സ് മാനിപ്പുലേഷൻ സ്ട്രാറ്റജി എന്നാണ് ഈ സ്ട്രാറ്റജീനെ സെബി റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി മറ്റൊരു സ്ട്രാറ്റജി ഉണ്ട്. 18 ദിവസവും അവർ ഈ സ്ട്രാറ്റജി ചെയ്തിട്ടുണ്ട്. 18 ദിവസം ചെക്ക് ചെയ്തിട്ടുള്ളേ. ഈ പറഞ്ഞ 2 കൊല്ലത്തെ ഡേറ്റ എടുത്തിട്ട് 18 ദിവസത്തെ ഡേറ്റയാണ് സെബി ചെക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ 15 ദിവസം ഈ സ്ട്രാറ്റജി അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി വേറൊരു 3 ദിവസം എക്സ്റ്റെൻഡഡ് മാർക്കറ്റ് ക്ലോസ് എന്ന് പറയുന്നൊരു സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് പണ്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഓപ്പറേറ്റേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജി തന്നെയാണ്. ഇപ്പോൾ ഒരു നല്ല മൂവ്മെൻറ്റ് വന്ന് മാർക്കറ്റ് ഇപ്പോൾ ഒരു 25,000 എക്സ്പയർ ആകുന്ന രീതിയിൽ ചെറിയ ചെറിയ ക്യാൻഡിൽസ് വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും മാർക്കറ്റ് 25,000 എക്സ്പയർ ആകുമെന്ന്. അപ്പോൾ നോർമലി നോൺ ഡയറക്ഷണൽ ട്രേഡേഴ്സ് ഇൻട്രാഡേ സ്ട്രാഡിലും സ്ട്രാങ്കിളൊക്കെ ചെയ്യുന്നവർ എന്ത് ചെയ്യും, 25,000 കോളും പുട്ട് ഇങ്ങനെ സെല്ല് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 25,000 ഇങ്ങനെ ഡീക്കി വന്ന് നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കും. നമ്മളെല്ലാവരും വിചാരിക്കും 25,000 എക്സ്പയർ ആകുന്നതെന്ന്. അവസാനത്തെ 1 മണിക്കൂറിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വിറ്റി പമ്പ് ചെയ്തുകൊണ്ട് ഇക്വിറ്റിയിൽ കൂടുതൽ കാശിട്ടുകൊണ്ട് 25,100 കൊണ്ടുപോയി ഞങ്ങളുടെ എക്സ്പയർ ചെയ്യിപ്പിക്കും. ഇത് മുൻകൂട്ടി ഇവർക്ക് അറിയാവുന്നതുകൊണ്ട് ഇവർക്കുടെ സ്ട്രാഡിൽസൊക്കെ എവിടെയായിരിക്കും, 25,100 25,100 അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ 25,000 സ്ട്രാഡിലാർക്കൊക്കെ നല്ല മുട്ടം പണി കിട്ടുന്നു. ഇവർക്ക് എന്തായും ഹ്യൂജ് എക്സ്പയറി പ്രോഫിറ്റ്സ് 25,100 കിട്ടുന്നു. കാരണം അവർക്ക് മാത്രമേ അറിയുള്ളൂ 25,100 എക്സ്പയർ ആവുന്നു. ഇവർ രാവിലെ 25,100 പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവും. സാധാരണക്കാർ മൊത്തം എവിടെ ഉണ്ടാക്കും, എല്ലാവരുടെയും പൊസിഷൻസ് 25,000 ഉണ്ടാക്കും. ഇതിൻ്റെ അവസാന നിമിഷം ഒരു ജമ്പ് അല്ലെങ്കിൽ അവസാനത്തെ ഒരു മണിക്കൂറിൽ ഇതിനെ മുകളിലോട്ട് കൊണ്ടുവന്ന് 25,100 കൊണ്ടുവന്ന് നിർത്തുന്നു, അല്ലെങ്കിൽ 25,200 കൊണ്ടുവന്നു. അതായത് എക്സ്റ്റെൻഡഡ് മാർക്കറ്റ് ക്ലോസ് ആക്ച്വലി ക്ലോസ് ആവേണ്ടതിൽ നിന്ന് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്പയറിയിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. ഇങ്ങനെ 2 സ്ട്രാറ്റജീനെ കുറിച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഇത് പക്ക മാനിപ്പുലേഷൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇതിനുവേണ്ടി പല കാര്യങ്ങളും അവർ മാർക്കറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പല മാനിപ്പുലേറ്റേഴ്സ് ആയിട്ടുള്ള ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇക്വിറ്റീസ് വാങ്ങി കൂട്ടിയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള ഇൻഡെക്സിലെ മേജർ സ്റ്റോക്കുകളിൽ സെബി ഇതിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ച് ഇവരെ പിടിച്ചു തുടങ്ങുമ്പോൾ ഇവരെന്തായിരിക്കും ചെയ്യുക? ഇനി മാനിപ്പുലേഷൻ നടക്കില്ല. ജെയിൻ സ്ട്രീറ്റിനെ പിടിച്ചു. ജെയിൻ സ്ട്രീറ്റിൻ്റെ വഴിയെ വന്ന എത്ര ജൂനിയർ ജെയിൻ സ്ട്രീറ്റുകൾ ഉണ്ടാകും? ജെയിൻ സ്ട്രീറ്റ് തന്നെ ഒരു 5-6 FPIയുടെ അക്കൗണ്ട്സിൽ നിന്ന് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ജെയിൻ സ്ട്രീറ്റിൻ്റെ വഴിക്ക് വന്ന ഇതേപോലത്തെ സിമിലർ ആയിട്ടുള്ള, കാരണം ഇത് ഭയങ്കര ഈസി മേക്കിംഗ് മണിയല്ലോ, വെറുതെ കിട്ടുന്ന കാശാണ് എന്ന് പറയാം. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ കാശ് ഇന്ത്യക്ക് പുറത്തേക്ക് 2-3 കൊല്ലമായിട്ട് പോയിട്ട് ഇവിടുത്തെ ഒരു കൺട്രോളർക്കും അല്ലെങ്കിൽ ഒരു സെബിക്കും ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഇത്ര നാളായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ടെക്നോളജി ഇത്രയും അപ്ഡേറ്റ് ആയ ശരിക്കും ഇപ്പോഴെല്ലാവരും പറയാണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഗാംബ്ലിംഗ് ആണ്, മാനിപ്പുലേഷൻ ആണ്, നമുക്കൊന്നും കിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മൾ പറയാനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ല, ഞാൻ എൻ്റെ വീഡിയോസിലോ അല്ലെങ്കിൽ എൻ്റെ പോഡ്കാസ്റ്റുകളിലോ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റ് മൂവേഴ്സ് ആകുക, ഇല്ലെങ്കിൽ റിസ്ക് ഡിഫൈൻ ചെയ്യുക. ഇനി എങ്ങനെ മാർക്കറ്റ് മൂവ് ആയാലും നമ്മുടെ റിസ്ക് ഡിഫൈൻഡ് ആണെങ്കിൽ ആ ലോസല്ലേ വരികയുള്ളൂ. സിസ്റ്റമാറ്റിക് അപ്രോച്ചസിൻ്റെ ഗുണം അതാണ്. ഒരു എൻട്രി എടുക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്ന ലോസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവബോധം അല്ലെങ്കിൽ എത്ര ലോസ് വരും എന്നുള്ള ഐഡിയ ഉണ്ടെങ്കിൽ മാത്രം ട്രേഡ് ചെയ്യുക, റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ മാർക്കറ്റ് മൂവേഴ്സ് ആവാത്തോടത്തോളം കാലം ഇത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലോസ് വരുമ്പോൾ 1 രൂപ പോകണം, കിട്ടുമ്പോൾ 2 രൂപ കിട്ടണം. ഇത് തന്നെ പ്ലാൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഒരു 40% 35% പോലും വിന്നിങ് റേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോഫിറ്റബിൾ ആകും എന്നുള്ളതാണ്.
ഇനിയും ഇതിനെ പിടിച്ചതിൻ്റെ ഒരു റിയാക്ഷൻ മാർക്കറ്റിൽ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് പിന്നാലെ വന്ന ജൂനിയർ ജെയിൻ സ്ട്രീറ്റുകളെ ഒന്നും പിടിച്ചിട്ടില്ല. അവരുടെ പല ഹോൾഡിങ്സും അവരുടെ പ്രോഫിറ്റ്സും ഇപ്പം ഇന്ത്യയിൽ കിടക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇത് സെല്ല് ചെയ്യാനായിട്ട് തുടങ്ങാനൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ജെയിൻ സ്ട്രീറ്റിനെ തന്നെ നുവാമ വെൽത്തുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നുവാമ വെൽത്ത് 11% ക്രാഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആണോ എന്ന് ആരൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കേസിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് വന്നാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കറൻ്റ്ലി നുവാമ വെൽത്തിൽ വലിയ ഫിയർ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാജുവലി ചിലപ്പോൾ തിരിച്ചു വന്നേക്കാം. ജൂനിയർ ജെയിൻ സ്ട്രീറ്റുകൾ എന്ന് ഞാൻ പറഞ്ഞത്, ഇതേ സ്ട്രാറ്റജി ഇവർ മാത്രമല്ല പലരും ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്നുണ്ടാകും. ഇവരൊക്കെ അടുത്ത വർഷങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ പിടിക്കും, ഉറപ്പാണ് പിടിക്കും. ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ്, ഒരു 100 കോടിക്കോ 50 കോടിക്കോ ട്രേഡ് ചെയ്യുന്ന HNA റീറ്റെയിലേഴ്സ്, ഇവരെയും പിടിക്കും. ഇവരും പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ ഇത് വലിയ സോഫ്റ്റ്വെയർ ശൃംഖല വെച്ച് ചെയ്യുന്നുണ്ടാകും. അതായത് മൾട്ടിപ്പിൾ അക്കൗണ്ട്സ് ഉപയോഗിച്ച് ഇവരൊക്കെ പിടിക്കും. ഈ പൊസിഷൻ ബിൽഡ് ആവണം കണ്ടു കഴിഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒരു AI സാങ്കേതികവിദ്യയൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പൊസിഷൻ ബിൽഡ് ആവുന്ന സ്ട്രക്ചറും ഓർഡറും അതിടുന്ന രീതിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാനിപ്പുലേറ്റ് ചെയ്യാനാണോ അതോ നാച്ചുറൽ ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സെബിക്ക് എത്ര സമയം വേണം അങ്ങനത്തെ ഒരു AI ബോട്ടിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട്? അത് നല്ല ഇതിലും കമ്പനിക്ക് ആ പണിയേപ്പിച്ച് കഴിഞ്ഞാൽ വളരെ നിസ്സാര സമയം കൊണ്ട് സെബിക്ക് അത് ചെയ്തു കൊടുക്കും. അതായത് ഇന്നൊരാൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ് നാച്ചുറൽ ട്രേഡ് ചെയ്ത് ആരൊക്കെയാണ് മാനിപ്പുലേറ്റ് ചെയ്തതെന്ന് ഒരു പരിധി വരെ സെബിക്ക് അന്ന് തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കിട്ടും. ഇപ്പോൾ ഈ മാനിപ്പുലേഷൻ ആണെന്ന് കണ്ടുപിടിച്ചു. മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അകത്ത് നഷ്ടം വന്ന സാധാരണക്കാരുണ്ട്. ഇവരുണ്ടാക്കിയ 36,000 കോടി രൂപ സാധാരണക്കാരൻ്റെ കാശാണ്. ഇത് തിരിച്ചു പിടിച്ച് സെബിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും? അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഇവർക്ക് ഫൈൻ കൊടുത്ത് ഒതുക്കാൻ പറ്റുമോ? അല്ല. ഇതിൻ്റെ അകത്ത് ട്രാപ്പായി പോയ സാധാരണക്കാർക്ക് ഈ കാശ് തിരിച്ചു കൊടുക്കണം. സെബിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ഇവർ ചെയ്ത എല്ലാ അലിഗേഷൻസും ഇവർ ഓരോ ദിവസത്തെ കണക്ക് സെബിക്ക് പുറത്തു വിടാൻ പറ്റുമോ? അന്നൊക്കെ നഷ്ടം വന്ന ആൾക്കാർക്ക് ഈ കാശ് തിരിച്ചു കൊടുക്കും? കൊടുക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ഇവർക്ക് കുറച്ച് ഫൈൻ ഇടും. ചിലപ്പോൾ ഒരു 5,000 കോടിയോ ഒരു 10,000 കോടിയോ ഫൈൻ ഇടും. ഇവർ 36,000 കോടി ഉണ്ടാക്കി 5,000 കോടി ഫൈൻ കൊടുക്കുന്നു. ബാക്കി കേസായിട്ട് പോകുന്നു, ഇന്ത്യയിൽ നിന്ന് പോകുന്നു. ദാറ്റ്സ് ഓൾ. ഇവർ ഇത് തന്നെ പോയി വേണമെങ്കിൽ ബ്രസീലിൽ ചെയ്യും, ഇവർ ഇത് തന്നെ പോയി അടുത്ത വേറൊരു രാജ്യത്ത് ചെയ്യും, അല്ലെങ്കിൽ അവർ മറ്റു സ്ട്രാറ്റജി ആയിട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു വേറെ പേരിൽ ഇന്ത്യയിലോട്ട് തിരിച്ചു വരും. റൈറ്റ്, ഇതായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. പ്ലസ് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം, ജൂനിയർ ജെയിൻ സ്ട്രീറ്റ് ഇതേ കാര്യം ചെയ്യുന്ന മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ച് കാലത്തേക്ക് ഒരു 1, 2, 3 മാസത്തേക്ക് ഈ മാനിപ്പുലേഷൻ നിർത്തും. എന്നിട്ട് സെബി ഇതിനോടുള്ള ചൂടും കാര്യങ്ങളൊക്കെ തണുത്ത് കഴിയുമ്പോൾ വീണ്ടും ഇതേ പരിപാടി തുടങ്ങും, അല്ലെങ്കിൽ മറ്റ് മാനിപ്പുലേഷൻസ് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ മാനിപ്പുലേഷൻ ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നമ്മൾ അർഷദ് മേത്തയുടെ സ്കാം നടക്കുന്ന കാലം നോക്കൂ. അർഷദ് മേത്ത എന്താ ചെയ്ത്? ഇതിൻ്റെ ഇക്വിറ്റി വെർഷനാണ്, പമ്പ് ആൻഡ് ഡംപ് സ്കീം തന്നെയാണ് ചെയ്ത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിരിക്കുന്ന എല്ലാ മാനിപ്പുലേഷൻസും, ഇന്ത്യൻ മാർക്കറ്റിലല്ല ഗ്ലോബൽ മാർക്കറ്റ്, ഇപ്പോൾ US ആണെങ്കിലും എല്ലായിടത്തും എല്ലാ കാലത്തും എല്ലാ രീതിയിലുള്ള മാനിപ്പുലേഷൻസും നടന്നിട്ടുണ്ട്. റെഗുലേഷൻസ് എന്ത് ചെയ്യും? ഇത് കൃത്യസമയത്ത് കണ്ടുപിടിച്ച് ഇത് റെഗുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇത് എത്രമാത്രം റെഗുലേറ്റഡ് ആകുന്നുണ്ട് എന്നതിലാണ് കാര്യം. ഇതിപ്പോൾ കണ്ടുപിടിച്ച സ്ഥിതിക്ക് ഇത് എത്രമാത്രം റെഗുലേറ്റ് റെഗുലേറ്റർ ആക്കാനുള്ള ചാൻസും ഉണ്ട്. തീർച്ചയായിട്ടും എന്തായാലും മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി തിങ്കളാഴ്ച ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? അല്ല, ഇതുകൊണ്ട് വലിയ നെഗറ്റിവിറ്റി ചാടിക്കയറി ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെ മാനിപ്പുലേറ്റേഴ്സായിട്ടുള്ള FIAസും ഡൊമസ്റ്റിക് വലിയ പ്ലേയേഴ്സും അവർ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളെല്ലാം ഇട്ടൊഴിവാക്കി കാശ് കയ്യിലാക്കാനായിട്ട് നോക്കും. കാരണം ഡിമാറ്റിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റോക്കുകളിൽ തന്നെ ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സെബി അവരെ പിടിച്ച് ബാൻ ചെയ്ത് ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇന്ത്യയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ അവർ ചിലപ്പോൾ നോക്കിയേക്കാം എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ സെൽ ഓഫ് വരുന്നത് ഈ പറഞ്ഞ മേജർ സ്റ്റോക്കുകളിലായിരിക്കാം. HDFC, ICICI പോലുള്ള ഈ പറഞ്ഞ ബിഗ് മൂവേഴ്സിന് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കാം. ഇത് ഒരു 10-50 കോടി ഉണ്ടെങ്കിൽ ചില സ്റ്റോക്കുകളിൽ പോലും സാധാരണക്കാരന് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ആക്ച്വലി സെബി ഇത് കണ്ടുപിടിച്ചിട്ട് കുറച്ചാളായി ഉണ്ടാവില്ലേ? അല്ല, സെബി കണ്ടുപിടിച്ചിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഒരു 6, അല്ല ഞാൻ പറയുന്നത് പിയാ സുന്ദറിൻ്റെ ആ വീഡിയോയിൽ ജെയിൻ സ്ട്രീറ്റിനെ കുറിച്ച് പറഞ്ഞ 1.5 വർഷം മുമ്പാണ്. അപ്പം അന്ന് മുതൽ ന്യൂസ് ആർട്ടിക്കിൾസ്, ചില നിരീക്ഷണങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതിന് സീരിയസ് ആയിട്ട് സെബി എടുത്തിട്ട് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ആവാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണല്ലോ 18 ദിവസത്തെ റിപ്പോർട്ടും കാര്യങ്ങളും ഇപ്പം മാത്രം വന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ സെബിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ന്യൂസ് എത്തിയിട്ടുണ്ടെന്നുള്ളത് ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിഞ്ഞിട്ടുണ്ടാവില്ലേ? സോ ആ ഒരു നെഗറ്റിവിറ്റി ഓൾറെഡി മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആയി. നുവാമയൊക്കെ എനിക്ക് തോന്നുന്നു വലിയ കാര്യമായിട്ട് കയറിയിട്ടില്ല. റൈറ്റ്, കഴിഞ്ഞ 8 ദിവസം ഈ ജെയിൻ സ്ട്രീറ്റായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് 11%. ഞാൻ പേഴ്സണലോട് പറയുന്നത് നുവാമ കയറുന്നില്ല, മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടും ഫാർം ലൈക്ക് നുവാമ വെൽത്ത് മാനേജ്മെന്റ് ആണ്. അതെ,
അപ്പം ഒഴിവാക്കണമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്കത് കീപ്പ് ചെയ്യാം. എൻ്റെ ഉൾപ്പെടെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ബൈ ഉണ്ട്. അതെ ഈ ചെറുതെങ്കിലും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും ടെക്നോളജി ഒക്കെ വളർന്ന സ്ഥിതിക്ക് മാനിപ്പുലേഷനൊക്കെ ഭയങ്കര കുറവായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ ഇനി ആയാലും ഇത് റെഗുലേറ്റഡ് ആവട്ടെ, സെബി ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. കണ്ടുപിടിച്ച് കൺട്രോൾ ചെയ്യണം, അവിടെയാണ് ഗെയിം. 105 പേജുള്ള റിപ്പോർട്ടൊക്കെ കൊള്ളാം. ഇപ്പോൾ ഈ പോഡ്കാസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 105 പേജുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഇനിയിപ്പോൾ ഇത് വായിച്ചു നോക്കാൻ മടിയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്ത പരിപാടി നിങ്ങൾക്ക് ചെയ്യാം. എന്താണ്, നേരെ ChatGPT കൊണ്ടുപോയി ഈ PDF ഫയൽ ഇട്ട് കൊടുത്തു, എന്നിട്ട് ChatGPT ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് പറഞ്ഞു തരാൻ പറയും. അപ്പോൾ ChatGPT പോഡ്കാസ്റ്റിന് ആവശ്യമുള്ള വളരെ വലിയ ഈ ഒരു ഇതിനെ വളരെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇന്നലെ മുതൽ ഞാൻ വായിച്ച് പഠിച്ചത് ഈ പറഞ്ഞ 103 പേജുള്ള 105 പേജുള്ള ഇതൊന്നുമല്ല. ഇതിനെ ChatGPT വെച്ചിട്ട് മനസ്സിലാക്കുക. അറിയാനായിട്ട് ഇത്രേ ഉള്ളൂ. ജെയിൻ സ്ട്രീറ്റ് ഈ ഒരു മാനിപ്പുലേഷൻ കാണിച്ച് ഈ രണ്ട് മെത്തേഡ്സ് ആണ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഏത് മെത്തേഡാണെങ്കിലും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല. നമുക്കിപ്പോൾ ഇതിനെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കതൊരു ഒബ്സർവേഷനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. അത് നമുക്കൊരു പാറ്റേണായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നൊരു പാറ്റേൺ ഉണ്ട്, നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ പറയുന്നൊരു പാറ്റേൺ. ഇപ്പോൾ സുനിലിൻ്റെ അടുത്ത് എനിക്കറിയില്ല, ഇപ്പം അതായത് ഞാൻ എപ്പോഴും ഫേസ് ചെയ്യുന്ന ഓപ്ഷൻ ബൈയിൽ ഫേസ് ചെയ്യുന്ന ബാങ്ക് നിഫ്റ്റി വീക്കിലി എക്സ്പയറി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ സ്റ്റുഡൻസായിട്ടൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു ഇത് പിടിച്ച് മുകളിലെത്തുമ്പോൾ ബാങ്ക് ഒരു ഒറ്റ പൊട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ്. അതെ അതെ. അതായത് ഞാൻ ഒബ്സർവ് ചെയ്ത, നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടി ഷെയർ ചെയ്ത ഒരു പാറ്റേൺ ഉണ്ട്. ഇറ്റ്സ് എ വെരി സിമ്പിൾ പാറ്റേൺ. ഒരു ഗ്യാപ്പ് അപ്പ് ഡേയിൽ ആദ്യം ഒന്ന് ബുള്ളിഷ് പോയിട്ട് ആ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മൊത്തം സെല്ലിങ് വരാനും ബിഗ് സെല്ലിങ് വരാനും സാധ്യതയുണ്ടെന്നുള്ളൊരു ഒബ്സർവേഷൻ പാറ്റേൺ നമ്മൾ സ്റ്റുഡൻസുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. ആക്ച്വലി ഈ ഡേയിൽ ഈ പാറ്റേണാണ് വർക്കൗട്ട് ആവുന്നത്. ഗ്യാപ്പ് അപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാറ്റേൺ ഉണ്ടല്ലോ, മറ്റേ 400 കോടി വെച്ച് 700 കോടിയുടെ ലാഭം ഉണ്ടാക്കുന്ന ആ ഒരു പാറ്റേൺ. അപ്പോൾ 15 ദിവസം അവർ ചെയ്തിരിക്കുന്നത് ഏകദേശം സിമിലർ സിറ്റുവേഷനാണ്. അത് ഫസ്റ്റ് ഡേ ഓപ്പൺ ചെയ്ത് ഹ്യൂജായിട്ട് മുകളിൽ കൊണ്ടുവന്നു, 1% മുകളിൽ കൊണ്ടുവന്നു. അവിടെ നിന്ന് സെല്ല് ചെയ്യുന്നു. അന്നത്തെ ഓപ്പണിംഗ് ക്യാൻഡിലെ ലോ കൂടി ബ്രേക്ക് ചെയ്ത് പിന്നെയും മുകളിൽ പോയതിൻ്റെ 2 ഇരട്ടി താഴത്തോട്ട് വരുന്നു. അത് നമുക്ക് ഈസി ആയിട്ട് ഒരു സെല്ലിംഗ് ഡേ പിടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. പക്ഷേ ആക്ച്വലി മാർക്കറ്റിൽ ആ സമയത്തൊക്കെ നല്ല മാനിപ്പുലേഷൻസ് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൺട്രോൾ ചെയ്യപ്പെടട്ടെ, നാച്ചുറൽ മൂവ്സ് മാർക്കറ്റിൽ വരട്ടെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ 19,000 എന്ത് വിറ്റുന്നത് ഇതിൻ്റെ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. അതാണ് ഏറ്റവും വലിയ രസം. ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ടെക്നിക്സ് വെച്ച് മാർക്കറ്റിനെ പിടിക്കും? പ്രൈസ് ആക്ഷൻ വെച്ച് പിടിക്കാൻ പറ്റുമോ? SMC വെച്ച് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഓർഡർ ഫ്ലോ വെച്ച് പിടിക്കാൻ പറ്റുമോ? ആ ഓർഡർ ഫ്ലോയിൽ പിന്നെയും കുറച്ച് ഓർഡേഴ്സിൻ്റെ ഒരു വോളിയം ഇത് കിട്ടും. ഏത് മാർക്കറ്റ് പ്രൊഫൈൽ ടെക്നിക്സ് വെച്ച് പിടിക്കാൻ പറ്റുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. ബിക്കോസ് ചില പാറ്റേണിൽ ചിലപ്പോൾ ഒരു എയർലി സൂചനകൾ തന്നേക്കാം. ഫുട് പ്രിൻറ്റ്സ് പിടിക്കാൻ പോകുന്ന ആൾ ICT വെച്ചിട്ട് എനിക്കറിയില്ല. ഇനിയിപ്പം ഞാൻ വളരെ കുറച്ചൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ, ICTയും SMCയും ഒക്കെ. ബട്ട് എനിക്കറിയാവുന്നൊരു കാര്യം, ഇത് എക്സ്പീരിയൻസോടുകൂടി ഒബ്സർവ് ചെയ്ത ആൾക്കാർക്ക് പോലും ഒബ്സർവ് ചെയ്യാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ. പല ആളുകൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ പോയി ട്രാപ്പ് ചെയ്യപ്പെട്ടേക്കാം. ഞാൻ പറയുന്നത് 1-2 ദിവസമോ അല്ല, ഇത് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നിട്ടുള്ള കാര്യമാണ്. നമ്മളിൽ പലരും പല സമയത്തും ഇതിൻ്റെ വിക്ടിംസുമായിട്ടുണ്ടാകാം. ഇറ്റ്സ് എ ബിഗ് സീരിയസ് തിങ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കള്ളത്തരം നടന്നാൽ പോലീസ് അവനെ പിടിച്ച് അവൻ്റെ തൊണ്ടി മുതൽ ശേഖരിച്ച് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണല്ലോ. ഇത് സെബിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത്. ഇതൊക്കെ വലിയ പ്രോസസ്സാണ്, ഒന്നും വരാൻ പോകുന്നില്ല. ഓക്കെ, എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു കാര്യം ഇങ്ങനെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ ഒരു റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കി എല്ലാവരും ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു അഡ്വൈസ് മാത്രമേ നമുക്കിപ്പോൾ കറൻറ്റ്ലി കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത് പുറത്തുനിന്നുള്ളൊരു FIA ഇവിടെ വന്ന് ചെയ്തപ്പോൾ അവർക്കെതിരെ വലിയ കേസുകളാണ് എടുക്കേണ്ടത്. അവർക്ക് ഇന്ത്യയിൽ ബ്ലാക്ക് ലിസ്റ്റഡ് ആക്കുകയും ഇപ്പോൾ അദാനിക്കെതിരെ അമേരിക്കയിൽ കേസ് എടുത്ത പോലെ അവർക്ക് വലിയ കേസ് അവർക്കെതിരെ ഇന്ത്യയിൽ എടുക്കുകയും ചെയ്യണം. അത് വലിയ ഇഷ്യൂ ആക്കുകയും വേണം, ഗ്ലോബലി നമ്മൾ സംസാരിക്കുകയും വേണം എന്നാണ് ഞാൻ പറയുന്നത്. US ഗവൺമെൻറ്റിനോ US കോടതിക്കോ നമ്മുടെ ഒരു കമ്പനിയോട് ഇത്രയും വലിയൊരു കാര്യത്തിന് എന്താ കൈക്കൂലി കൊടുത്തു എന്നുള്ള കേസിലാണ് അദാനിയുടെ ഇഷ്യൂ വരുന്നത്. ഇവരിവിടെ എന്താണ് കാണിക്കുന്നത്? നമ്മൾ സാധാരണക്കാരെ പറ്റിച്ചു,
കൈക്കൂലി കൊടുക്കുന്നതൊക്കെ വലിയ കേസല്ലേ ഇത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് ഇതിൽ വലിയ രീതിയിൽ ഇടപെടണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. പക്ഷേ ആക്ച്വലി ഇതൊക്കെ പണ്ടും ഇന്ത്യയിലെ ഓപ്പറേറ്റേഴ്സ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പുതിയ കാര്യമൊന്നുമല്ല എന്നാണ്. അപ്പോൾ ഒരു ഐഡിയ നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. എന്തായാലും നോക്കാം നമുക്ക്, അല്ലെ? ഇതുവരെ നമുക്ക് ഇതുകൊണ്ട് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. എനിവേസ് നമ്മൾ സംസാരിച്ചു എന്ന് മാത്രമേ അല്ല, ഇതിന്റെ റിഫ്ലക്ഷൻ ഓൾറെഡി വന്നു എന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മാർക്കറ്റിൽ. കാരണം വലിയ വലിയ പ്ലേസ് ഇതൊന്നും അറിയാതിരിക്കില്ല. ജെയിൻ സ്ട്രീറ്റിനെ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് ജെയിൻ സ്ട്രീറ്റ് അറിഞ്ഞിട്ടുണ്ടാവും, ജെയിൻ സ്ട്രീറ്റ് LFBA അറിഞ്ഞിട്ടുണ്ടാവും, LFA അറിയാത്ത മുങ്ങണ്ടന്മാരൊക്കെ മുങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ മാർക്കറ്റ് റിഫ്ലക്റ്റും ആയിട്ടുണ്ട്. ഇങ്ങോട്ട് പല കാര്യങ്ങളും ഇത് നിർത്താനുള്ള നടപടി കുറച്ച് നാളായിട്ട് സിബി തുടങ്ങി, ഒരു 3 month മുമ്പ് തുടങ്ങി. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റിയുടെ വെയിറ്റേജ് ഒക്കെ അവർ ചേഞ്ച് ചെയ്തത്. അതാണ് ഞാൻ സുനിലിനോട് ചോദിച്ചത്. സുനിൽ, ഇത് ഇപ്പോഴല്ലല്ലോ, ഇന്നിപ്പോൾ റിപ്പോർട്ട് വിട്ടു, പക്ഷേ ഇത് കണ്ടുപിടിച്ചിട്ട് കുറേ നാളായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ഓക്കെ, സോ എന്നിരുന്നാലും നമുക്ക് നോക്കാം തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞു. ആക്ച്വലി ഇപ്പോഴെങ്കിലും പിടിച്ചല്ലോ, അത് മതി. ഇനിയെങ്കിലും കുറച്ച് നാച്ചുറൽ മൂവ്സ് വരികയാണെങ്കിൽ നല്ല പ്രൈസ് ആക്ഷൻസും അല്ലെങ്കിൽ SMC ICT ഒക്കെ വെച്ചിട്ട് നമുക്കത് പിടിക്കാം. നാച്ചുറൽ മൂവ്സ് മാർക്കറ്റിൽ വരണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഉൾപ്പെടെ മാർക്കറ്റിലെ പല മൂവ്സ് മാനിപ്പുലേറ്റഡ് മൂവ്സ് ആണെന്ന് തന്നെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെല്ലാം മാറി നാച്ചുറൽ മൂവ്സ്. വേറൊരു സന്തോഷ വാർത്ത നമുക്ക് പറയാനുള്ളത്, ഈ ഒരു പോഡ്കാസ്റ്റ് എപ്പിസോഡ് നമ്മുടെ 101ാമത്തെ എപ്പിസോഡാണ്. 100th എപ്പിസോഡിൽ നമ്മളത് പറഞ്ഞില്ല, പക്ഷെ 101 നമ്മളത് പറയാം. എപ്പിസോഡായി അതെ, എല്ലാവരും 100 പറയുന്നത്. അപ്പോൾ നമുക്ക് 101 കുറച്ച് നന്നായിട്ട് ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് വാല്യൂ ആഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ ഫീഡ്ബാക്സ് നമ്മൾ എടുക്കാറുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്സ് എടുത്ത് നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഇനിയും വേണം. നമ്മുടെ ഗസ്റ്റുകൾ വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് വലിയ റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടാറ്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഗസ്റ്റിന് 3-4 ഗസ്റ്റുകളെ ഞാനിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് കിട്ടും. അല്ലല്ല, പല ഗസ്റ്റ് വന്ന എപ്പിസോഡിലും സിൽബി ഉണ്ടായിരുന്നില്ല. ഞാൻ പറയാം, ഷിസാറിന്റെ എപ്പിസോഡിലൊക്കെ സിൽബി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗസ്റ്റുകളെ വെച്ചിട്ട് ഒരു 3-4 ആളുകളുള്ള പുതിയ വലിയ പോഡ്കാസ്റ്റ് ചെയിൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ ഈ ചാനൽ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഒരുപാട് ഈ ഒരു 100 എപ്പിസോഡിൽ നിങ്ങളുടെ ഒരുപാട് നല്ല അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും പറയാറുണ്ടെങ്കിൽ നമ്മളത് എടുക്കാറുണ്ട്. നമ്മളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സുനിൽ പറയുന്ന അഭിപ്രായം, ഞാൻ പറയുന്ന അഭിപ്രായത്തോട്ട് എൻ്റെ അഭിപ്രായം ഇതല്ല, സുനിൽ പറയുന്നത് ഇങ്ങനെയാണ്, അവരവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് വളരെ നല്ല കാര്യം. എന്തായാലും ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾ സ്വീകരിച്ചു, ഒരു 101 വരെ. ഇതിന് വലിയൊരു, അതിനേക്കാൾ വലിയ ഇമ്പോർട്ടൻറ്റ്, ഞാൻ എല്ലാ കമൻസിനും റിപ്ലൈ എപ്പോഴും ചെയ്യാൻ ചിലപ്പോൾ സാധിക്കാറില്ല. എന്നാൽ ഈ പോഡ്കാസ്റ്റിന് താഴെ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസ് കൂടാതെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ, ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാമിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ആക്റ്റീവ് ആവാം. അവിടെ നമുക്ക് കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ്, തർക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് അത് എനിക്ക് പങ്കെടുക്കാൻ കൂടുതൽ താല്പര്യമേ ഉള്ളൂ. കാരണം അത് എൻ്റെ നോളജിനെയും കൂടി ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദി. ഇനിയും ആ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു പോഡ്കാസ്റ്റായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഗുഡ് ബൈ.